ചൊവ്വന്നൂരിൽ കോൺഗ്രസ് SDPI ബന്ധം മറനീക്കി പുറത്ത്. കോൺഗ്രസ് അംഗങ്ങൾ SDPIക്ക് വോട്ട് ചെയ്തു. പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗം വിട്ടുനിന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPI ബന്ധം മറനീക്കി പുറത്ത്. വികസനകാര്യ സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നടന്ന വോട്ടെടുപ്പിൽ SDPI അംഗത്തിന് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് നീക്കുപോക്ക് വ്യക്തമായത്. നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു കോൺഗ്രസ് അംഗം വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. വികസന സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ SDPI അംഗം ഷഹീദിനാണ് 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തത്. സ്വന്തം പാർട്ടിയിലെ 2 വോട്ടുകളും കോൺഗ്രസിന്റെ 4 വോട്ടുകളും ചേർന്ന് ഷഹീദിന് 6 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ SDPIയുമായുള്ള കൂട്ടുകെട്ടിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി 7ാം വാർഡ് അംഗമായ കോൺഗ്രസ് പ്രതിനിധി ഐശ്വര്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മുമ്പ് നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ SDPI തിരിച്ച് കോൺഗ്രസിനെയും സഹായിച്ചിരുന്നു. SDPI വോട്ടുകളുടെ ബലത്തിൽ വികസനകാര്യ, ആരോഗ്യ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 14ാം വാർഡ് മെമ്പർ ലിസി ജോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പൂശപ്പള്ളി വാർഡ് മെമ്പർ ജിഷ അനിലുമാണ് വിജയിച്ചത്. ഇരുവർക്കും കോൺഗ്രസിന്റെ 5 വോട്ടുകൾക്കൊപ്പം SDPIയുടെ 2 വോട്ടുകൾ കൂടി ലഭിച്ചതോടെ ആകെ 7 വോട്ട് വീതം ലഭിക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥികളായ MK സുജിഷയ്ക്ക് വികസനകാര്യം, MK രതിക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിൽ 6 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. അതേസമയം SDPI വിട്ടുനിന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ LDF ഭരണം നിലനിർത്തി. ഇവിടെ മാന്തോപ്പ് വാർഡ് മെമ്പർ ഷഹർബാൻ 6 വോട്ടുകൾ നേടി വിജയിച്ചു. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ഐശ്വര്യയ്ക്ക് 5 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 3 തിരഞ്ഞെടുപ്പുകളിലും BJP വിട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കുന്നംകുളം ലാൻഡ് അക്വസിഷൻ തഹസിൽദാർ രാജേഷ് വരണാധികാരിയായിരുന്നു.